ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായതായി വത്തിക്കാൻ മാധ്യമ വിഭാഗം. ചാപ്പലിൽ പ്രാർത്ഥനയെ തുടർന്ന് ഫിസിയോതെറപ്പി നടക്കുന്നതിനിടയിൽ ഛർദി ഉണ്ടായതായും തുടർന്ന് ആരോഗ്യനില വഷളാവുകയുമായിരുന്നു എന്നാണ് വാർത്താക്കുറിപ്പ് സൂചിപ്പിക്കുന്നത്. ശ്വസനപ്രക്രിയയ്ക്കായി ശ്വസനയന്ത്രം ബ്രീത്തിംഗ് മെഷീൻ പാപ്പയ്ക്ക് നൽകിയെന്നും പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. 88-കാരനായ പാപ്പ കഴിഞ്ഞ 24 മണിക്കൂറുകളായി ആരോഗ്യനിലയിൽ പുരോഗതി കാണിക്കുകയും ശ്വസനപ്രക്രിയയിൽ വലിയ മാറ്റങ്ങളുണ്ടെന്ന വാർത്തകൾ പുറത്തുവരികയും ചെയ്തതിനു ശേഷമാണ് നിർഭാഗ്യകരമായ വാർത്ത. 24 മുതൽ 48 മണിക്കൂറുകൾ നിർണായകമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. ചികിത്സകളുമായി പാപ്പയുടെ ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നും പാപ്പയുടെ മാനസിക നില ശക്തമാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. പാപ്പയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇന്ന് നടക്കാനുള്ള ജൂബിലി പൊതുസമ്മേളനം റദ്ദാക്കിയിരുന്നു. ബുധനാഴ്ചത്തെ വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് കർദിനാളായിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. വത്തിക്കാൻ ഡെസ്ക്, വോക്സ് ന്യൂസ്.